ഹലോ ഗൈസ്. അപ്പോൾ എനിക്ക് ഇതെങ്ങനെയൊക്കെയാണെന്ന് അറിയത്തൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ എന്തായാലും ചുമ്മാ തിരിക്കുമല്ലോ, ആ സമയത്ത് എന്തെങ്കിലും വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് എടുത്തയാണ് ഈ ചാനൽ. അങ്ങനെ ഇന്ന കണ്ടന്റ് എന്നൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അപ്പം അതുപോലെ ചെയ്യാനായിട്ട് ഉള്ളൊരിതാണ്. അപ്പം മുടി കിട്ടുന്നത് ഇതൊക്കെ ഞാൻ വെട്ടിയാണ്. എനിക്കിങ്ങനെ ചില സമയത്ത് മുടി വെട്ടുന്ന സമയത്ത് മുടി വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ മൊത്തത്തിൽ ഒരു പുതിയ ആളായിപ്പോയത് പോലെ. ഇത് വെട്ടി കുറച്ച് വെട്ടിയപ്പോൾ അതിന് കൂടിപ്പോയി. ആളും മാറിയില്ല, ഒന്നും മാറിയില്ല, എല്ലാവരും കൂട്ടി കളിയൊക്കെ തുടങ്ങി. ഇതൊക്കെ പോട്ടെ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ എനിക്ക് ക്യാമറ പോലും നേരെ വെക്കാൻ അറിയത്തില്ല. എന്തോരോ ഭാഗത്തിൽ ഇപ്പം താഴെ വീണത് ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചുമ്മാ അപ്പം ഞാനിപ്പം എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് എനിക്ക് ക്രോഷ്യ ചെയ്യാൻ തോന്നും. ആ സമയത്ത് ഞാൻ ഇരുന്നിട്ട് ക്രോഷ്യ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. ഫോട്ടോസൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടയിൽ വെക്കാം ഫോട്ടോസ്. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ക്രോഷ്യ ഞാൻ ചെയ്യും. അപ്പം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പെർഫെക്റ്റായിട്ടൊന്നും വരത്തില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബ് വീഡിയോ നോക്കും, എന്നിട്ട് ചെയ്യും. എനിക്ക് ഈ ക്രോഷ്യയിൽ ഇൻട്രസ്റ്റ് വന്നത് ഞാൻ കുറേ നാൾ ഒരു ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സ്ട്രെസ്സൊക്കെ അടിച്ച് കോളേജിലൊക്കെ പോകാതിരുന്ന ടൈമുണ്ട്. അപ്പം ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഒന്നും ചെയ്യാതെ പറ്റുന്നില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല. ആ സമയത്താണ് എൻ്റെ അമ്മ എപ്പോഴും മറ്റേ കലാഭവൻ ഷാജു, പുള്ളിയുടെ വൈഫാണ് ഡിനി എന്ന് അങ്ങാണ്ട് പേര്. പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അമ്മ എപ്പോഴും യൂട്യൂബ് ചാനൽ കാണും. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കുറേ ക്രോഷ്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി അത് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ക്രോഷ്യ ഇങ്ങനെ ചെയ്യും. പുള്ളിക്കാരി ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ എണീച്ച് വരുമ്പോൾ അമ്മ ഇത് യൂട്യൂബ് ചാനൽ ഇത് വെച്ചിട്ടിരിക്കുകയായിരിക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരി യൂട്യൂബ് ചാനൽ. അപ്പം അതും വെച്ചിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കും. അപ്പം അതിനകത്ത് ഇങ്ങനെ ക്രോഷ്യ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആ നീഡിലൊക്കെ വെച്ചിട്ട് ഹുക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് കണ്ടിട്ട് എനിക്ക് ABCD അറിയത്തില്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റി, ചെയ്താലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ ആ ക്യൂരിയോസിറ്റിയിൽ ഞാൻ പെട്ടെന്ന് ആമസോണിലൊരു ബിഗിനർ കിറ്റ് കണ്ടു. 100 സംതിങ് രൂപയുടെ ഒരു ബിഗിനർ കിറ്റ് കണ്ടു. അതിനകത്തൊരു 5-6 കളർ യാണും ഒരു ഹുക്കും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണം, എനിക്കത് ചെയ്യണം. നിനക്ക് ചെയ്യാനറിയാം, ഇല്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അങ്ങനെ സാധനം മേടിച്ചിട്ട് ആദ്യമൊക്കെ ഫ്ലോപ്പായിരുന്നു. കാരണം ആ യാണ് ഒരു ബിഗിനർ കിറ്റ് ആയതുകൊണ്ട് ആ യാണൊന്നും നല്ല പെർഫെക്റ്റ് ആണൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങനെ കാണത്തൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെന്താ ഇങ്ങനെ ഒറ്റ വലി കൊടുക്കുമ്പോൾ ഇതെല്ലാം എഴുതി പോരുകയും ചെയ്യും. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ആവശ്യമായി ഇത് ഒന്ന് ചെയ്ത് ഏതെങ്കിലും ഒന്ന് പെർഫെക്റ്റ്. അങ്ങനെ ചെറിയ കുട്ടി സാധനങ്ങളുണ്ടാക്കി. അപ്പം അമ്മയോട് ചോദിച്ചു, നീ എന്തിനാ ഈ കുട്ടി സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, നല്ല വലിയ സാധനങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ചാനൽ ജസ്റ്റ് ഇതിനു വേണ്ടി മാത്രമല്ല, ക്രോഷ്യ ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു ട്യൂട്ടോറിയലൊക്കെ കാണിച്ചു തരാം, അത്ര നല്ല ഇതൊന്നും ഞാനല്ല. അതിന് വേണ്ടിയിട്ടല്ല, എനിക്കിപ്പോൾ എന്താണോ തോന്നുന്നത് ആ സമയത്ത് ഞാൻ അതൊരു കണ്ടൻ്റായിട്ട് ഇങ്ങനത്തെ എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഈ ഓരോരോ ടൈം നമുക്ക് പോകുന്നത് നാളെ തിരിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം എന്ത് ചെയ്ത് എന്നുള്ളൊരു സംഭവം പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളേ. ഞാൻ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി അവർക്ക് ഇന്നത്തെ ദിവസം അവർക്ക് പിന്നെ നാളെ കാണാമല്ലോ എന്നുള്ളൊരിതാണ്. ഞാൻ മറ്റേ വൈഷൂസ് പുള്ളിക്കാരി ദൃശ്യ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം. ദൃശ്യ ചേച്ചി, സൂര്യ ചേച്ചി, ആര്യ ചേച്ചി ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും ഇന്നത്തെ ദൃശ്യ ചേച്ചി എപ്പോഴും പറയും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക, ഇന്ന് എടുത്തു കഴിഞ്ഞ് നാളെ എനിക്കൊന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ എന്നുള്ളത്. അപ്പം എനിക്കും ആ ഒരു തോന്നുന്നു. എന്നാൽ നമ്മൾ ഗാലറിയൊക്കെ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോസൊക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ അതിൽ കിടന്നോളുമല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എന്നുള്ളൊരു ഇത്. അപ്പം ഞാൻ ക്രോഷ്യ വെച്ചുണ്ടാക്കിയൊരു സാധനം വെച്ച് ക്രോഷ്യ വെച്ച് ഞാൻ ഉണ്ടാക്കിയതൊരു മറ്റേ കേബിൾ പ്രൊട്ടക്ടറാണ്.
പെർഫെക്റ്റ് ഒന്നും അല്ല, കംപ്ലീറ്റും ആയില്ല. ഇവിടെ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടുത്തെ ഒരെണ്ണം ഇളകി അതിന് ഒട്ടിക്കണം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തിരിച്ചടിച്ചത്. ഇതാണ് ഇനി ഇവിടവും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് കേബിൾ പ്രൊട്ടക്ടറായിട്ട്, കേബിൾ പ്രൊട്ടക്ടറാണ് ഇത് ഉദ്ദേശിച്ച് അത് തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാം. എൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ. പിന്നെ വേറെ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനം. ഇപ്പം ഞാൻ അമ്മ എന്നോട് എപ്പോഴും പറയും എന്തെങ്കിലും വലിയ സാധനം ഉണ്ടാക്കും, വലിയ സാധനം ഉണ്ടാക്കും. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു 3-4 ആഴ്ച, ഒരു മാസത്തിനടുത്താണ്. ഇതുവരെ കംപ്ലീറ്റ് ആയില്ല. ഞാൻ ഇന്ന് വിചാരിച്ചു ഇതെന്തായാലും ഉണ്ടാക്കുകയും ചെയ്യാം, നിങ്ങളോട് ഇത് കാണിക്കുകയും ചെയ്യാൻ. അപ്പം ഇതൊരു 3.5 mm യൂസ് ചെയ്യും. ഞാനൊരു റെഡ് വൈറ്റ് തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇനി റെഡാണ് ഇല്ല, ഈ സെയിം സൈസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാനിത് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ ചെയ്തൊരു വീഡിയോ ചെയ്താലോ, ഡോക്യുമെൻ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ചൊരു കാര്യവുമില്ല, ചുമ്മാ എനിക്ക് തോന്നുന്നത് എന്തൊരു അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചിട്ട് കാണാനായിട്ടുള്ള ഒന്നുമില്ല. കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വായത്തിൽ നടക്കുന്നത്